പ്പെട്ട പ്രകൃതിദത്തമായ നിയോഡൈമിയം എന്ന ഭൂമിയിലെ അപൂർവമായ മാഗ്നറ്റാണ്. ഇത് ഭൂമിയിൽ നിന്ന് 700 മുതൽ 800 അടി വരെ താഴ്ചയിൽ കണ്ടുവരുന്നു. ഓക്കെ, അതുകൊണ്ട് തന്നെ ഇത് വളരെയധികം പവർഫുൾ ആയ ഒരു മാഗ്നറ്റാണ്. വ്യത്യസ്ത വലുപ്പത്തിലുള്ള വിവിധ തരത്തിലുള്ള മാഗ്നറ്റുകൾ ഞാൻ നിങ്ങളെ കാണിക്കാം. ഇവയെല്ലാം വളരെ വ്യത്യസ്ത വലുപ്പത്തിലുള്ളതാണ്. ഇലക്ട്രിസിറ്റി നമ്മൾ ആംബിയർ എന്ന അടിസ്ഥാനത്തിലാണ് അളക്കുന്നത്. അങ്ങനെ മാഗ്നറ്റിനെ നമ്മൾ ഗോസ് മീറ്റർ കൊണ്ട് അളക്കുന്നു. എന്റെ കയ്യിൽ ഇപ്പോൾ ഒരു ഗോസ് മീറ്റർ ഉണ്ട്. ഈ ഗോസ് മീറ്റർ ഓൺ ചെയ്തതിനു ശേഷം ഈ മാട്രസിന് മുകളിൽ വെച്ചാൽ ഈ മാഗ്നറ്റിൽ എത്രമാത്രം ഗോസ് ഉണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാകും. അതിവിടെ പ്രതിഫലിക്കുകയും ചെയ്യും. അങ്ങനെ പ്രതിഫലിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകും മാഗ്നറ്റിനുള്ളിൽ എത്രമാത്രം ഗോസ് ഉണ്ടെന്ന്. 1000 ഗോസ് പവറുള്ള മാഗ്നറ്റുകൾ നമുക്കുണ്ട്. വളരെ ശാസ്ത്രീയമായ രീതിയിലാണ് കഴിഞ്ഞ 15 മുതൽ 16 വർഷം വരെ ഞങ്ങൾ ഈ ഉൽപ്പന്നം നിർമ്മിക്കുന്നത്. ഈ ഉൽപ്പന്നങ്ങൾ നാച്ചുറൽ മാഗ്നറ്റിനെ അടിസ്ഥാനമാക്കിയുള്ളതാണ്. നാച്ചുറൽ മാഗ്നറ്റ് ഒരിക്കലും ഒരു ഉപദ്രവകാരിയല്ല. അതായത് ബയോ മാഗ്നറ്റ് ഒരിക്കലും നിങ്ങളെ ഉപദ്രവിക്കില്ല. ഇലക്ട്രിക്കലി ചാർജ്ഡ് ആർട്ടിഫിഷ്യൽ മാഗ്നറ്റ് നമുക്ക് ഈ സ്പീക്കറുകളിൽ കാണാൻ സാധിക്കും. അതുപോലെ കബോർഡിന്റെ ലോക്കിൽ കാണുന്നതും ആർട്ടിഫിഷ്യലി ഇലക്ട്രിക്കൽ മാഗ്നറ്റ് ആണ്. അവ ദോഷകരമാണ്. എന്നാൽ ബയോ മാഗ്നറ്റ് ഒരിക്കലും ദോഷകരമല്ല. 3 വിഭാഗത്തിൽപ്പെടുന്ന ആളുകൾ ഈ കാന്തം ഉപയോഗിക്കരുത്. അതായത് ശരീരത്തിനുള്ളിൽ പേസ് മേക്കർ എന്ന ഇലക്ട്രോണിക് ഉപകരണം ഉള്ളയാൾ ഇത് ഉപയോഗിക്കരുത്. ശരീരത്തിൽ ഇലക്ട്രോണിക് ഇൻസുലിൻ പമ്പുള്ളവർ ഇത് ഉപയോഗിക്കരുത്. അതുപോലെ ഗർഭിണികൾ ഈ ഉൽപ്പന്നം ഉപയോഗിക്കരുത്. ഗർഭാവസ്ഥയ്ക്ക് ശേഷം നിങ്ങൾക്ക് ഇത് ഉപയോഗിക്കാം. ഒരു തരത്തിലുള്ള സൈഡ് എഫക്റ്റും ഉണ്ടാവില്ല. കുട്ടികൾക്കും ഇത് ഉപയോഗിക്കാം. ഒരു തരത്തിലുള്ള സൈഡ്